ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എങ്ങോട്ടാണ് കെട്ടിപ്പെറുക്കി പോകുന്നതെന്നല്ലേ, ഇത് ഞാൻ കെട്ടിപ്പെറുക്കി പോകുന്നതല്ല, എനിക്ക് കെട്ടിപ്പെറുക്കി തന്നു വിട്ടതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൂട്ടത്തിൽ വാവ തന്നു വിട്ടത് കൊണ്ട് തേങ്ങ വറുത്തതാണ്. നമുക്ക് തേങ്ങ വറുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് തീയലിനും തേങ്ങ വറുത്തരച്ച കറിക്കുമൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വറുത്തത് കുറച്ച്, പിന്നെ ഇത് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. തേങ്ങ വറുത്ത് അരച്ച് തന്നു വിട്ടിരിക്കുകയാണ് ചമ്മന്തിപ്പൊടി. അതും എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഇനി തുറക്കാൻ പോകുന്നത് നല്ല പച്ചച്ചക്കയാണ് കേട്ടോ. പച്ചച്ചക്ക പ്ലാവേന്ന് അവിടെ വീട്ടിൽ തന്നെ ഇട്ട് എല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ചവണിയും ചക്കമടലും കുരുവും എല്ലാം മാറ്റി അതെടുത്ത് അരിഞ്ഞു പുഴുക്കിൻ്റെ പാകത്തിന് അരിഞ്ഞ് തന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ടു യൂസ് ആണ്. ഇനി തേങ്ങയൊക്കെ ചേർത്ത് അങ്ങോട്ട് അടുപ്പയിലോട്ട് വെച്ചാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ മാങ്ങ ഒന്നും രണ്ടും അല്ല കേട്ടോ, പല വിധത്തിൽ പല തരത്തിലെയാണ് കേട്ടോ. അതായത് പഴുത്ത മാങ്ങ, പൊട്ടുമാങ്ങ, പച്ചമാങ്ങ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. മൂവാണ്ട മാങ്ങയാണ്. മൂവാണ്ട മാങ്ങ ഞാൻ സാധാരണ കണ്ടിരിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലാണ്. ഇത് കുറച്ചുകൂടെ റെഡിഷ് കളറിലെ നല്ല മൂവാണ്ടനാണ് കേട്ടോ. സാധാരണ മൂവാണ്ടനേക്കാളും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലുള്ള, മധുരം കൂടുതലുള്ളതാണ് കേട്ടോ. ഇത് നന്നായി വിളഞ്ഞ കോമാങ്ങയുണ്ട്, പൊട്ട് കോമാങ്ങയുണ്ട്, പഴുത്ത കോമാങ്ങയുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ തന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് റാപ്പ് ചെയ്ത് സീൽ ചെയ്ത് ഒരു സെലോ ടേപ്പ് മുഴുവൻ ചുറ്റി തന്നു വിട്ടിരിക്കുന്നത് എന്താണോ, നെല്ലിക്ക അച്ചാർ കേട്ടോ. നെല്ലിക്ക അച്ചാറും എൻ്റെ ഫേവറേറ്റ്സിലൊന്നാണ്. അതിൻ്റെ എണ്ണയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാനാണ് ഇത്ര കഷ്ടപ്പെട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിപ്പം ഒന്ന് തുറന്ന് അപ്പം ചാടി പോകുമെന്ന് പറഞ്ഞിട്ടാണ് എണ്ണ ഇരിക്കുന്നത് കേട്ടോ. ഈ നെല്ലിക്ക ആവിയിൽ വേവിച്ചിട്ട് ദശ മാത്രം എടുത്ത് കുരു കളഞ്ഞ് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു പീസ് എടുത്ത് അപ്പം തന്നെ വായിലിടാൻ എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടോ, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ തന്നെ. ഇനി ചാമ്പയ്ക്ക അച്ചാറാണ്. ചാമ്പയ്ക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തീരുന്നതിന് കുറച്ച് മുമ്പ് അമ്മ എടുത്ത് അച്ചാറിട്ട് വെച്ചിരുന്നതാണ്. ചാമ്പയ്ക്ക മുഴുവനെ അതുകൊണ്ട് എനിക്ക് തന്നു വിടാൻ പറ്റിയില്ല. ചാമ്പയ്ക്ക അച്ചാർ വീട്ടിലും ഇട്ട് അവിടെയൊക്കെ കൊടുത്തതിൻ്റെ കുറച്ചൊരു പങ്കും എനിക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ തന്നു വിട്ടിരിക്കുന്നത്. ഇനിയാണ് ചക്ക. ഇതിലൊക്കെ ഏറ്റവും മധുരമുള്ളൊരു ഇതായിരുന്നു കേട്ടോ. മഴയൊന്നും തുടങ്ങാത്തതുകൊണ്ട് അധികമൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല. പക്ഷെ നല്ല തേൻ കിനിയുന്ന കൊടുത്ത നല്ല മഞ്ഞ വരിക്കച്ചക്കയും പിന്നെ ചെമ്പരത്തി വരിക്കച്ചക്ക കേട്ടോ. രണ്ടും നല്ല തേൻ കിനിയുന്ന പോലെ ഇരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് കപ്പയും മത്തിത്തല ഫ്രൈ ആണ് കേട്ടോ. ഈ മത്തിത്തല ഫ്രൈ അമ്മ ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ അതൊന്ന് കയറി കാണണം കേട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കപ്പ നമ്മുടെ ചീനി വേവിച്ചതും മത്തിത്തല ഫ്രൈ കേട്ടോ. അധികം എണ്ണയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഇത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് എടുത്ത അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ മുമ്പേ ഞാൻ കാണിക്കാത്ത 2 ഐറ്റമാണ് തേങ്ങയും കപ്പ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട സ്നേഹപ്പങ്ക്. അപ്പോൾ ശരി, ടാറ്റ.